അപ്പോൾ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളുകളാണ്. ഇപ്പം നമ്മുടെ NIA ഡയറക്ടർ ഇവിടെ, പിന്നെ തുളസി ഗബാർഡ്, അതുപോലെ തന്നെ മുൻപ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോളിൻ പവൽ, അദ്ദേഹം പിന്നെ ജനറലായിരുന്നു. അപ്പോൾ അവരൊക്കെ യുദ്ധത്തിനെതിരാണ്. കാരണം അവരെല്ലാം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്, യുദ്ധം കണ്ടിട്ടുള്ളവരും അനുഭവിച്ചിട്ടുള്ളവരുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ യുദ്ധം ഉണ്ടാകുന്നതിനെ അനുകൂലിക്കുന്ന പോലുമില്ല. യുദ്ധം കാണാത്തവരും യുദ്ധത്തിൽ കരുതികളൊന്നും വരാത്തവരുമാണ് ഇതിനെ കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നത്. അപ്പം ഈ മത നേതാക്കളും മറ്റുമൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ കണ്ടു ഈ ശ്രീലങ്കയിലെ ബുദ്ധ നേതാക്കൾ, നമ്മൾ ഏറ്റവും അഹിംസ ഒക്കെ പാലിക്കുന്ന മതമാണെന്ന് പറയുന്നത്. അതിന് അവിടെ ബുദ്ധ പുരോഹിതന്മാരാണ് അവിടെ ഏറ്റവും വലിയ വംശീയവാദികളായിട്ട് തമിഴർക്കെതിരെ രംഗത്ത് വന്നത്. ഇനി ബർമയിലാണെങ്കിലോ അവിടെയും ബുദ്ധ സന്യാസിമാരാണ് ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്. അപ്പം സന്യാസിമാരൊക്കെ നിശബ്ദരായിരിക്കുക ആണ് നല്ലത് എപ്പോഴും. അവരെയൊന്നും പൊതുരംഗത്ത് ഈ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തീരുമാനിക്കാനായിട്ട് ഇടപെടുക്കേണ്ടതില്ല. ഇനി നമ്മുടെ ഒരു പവർ കാണിക്കാൻ വേണ്ടി നമ്മൾ ആക്രമിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കേണ്ടതില്ല. കാരണം ഇത് ആക്രമിച്ചു കഴിഞ്ഞാലും പിന്നെയും പാകിസ്ഥാൻ അവിടെ ഉണ്ടാവും, അവിടുത്തെ മനുഷ്യരുണ്ടാവും. പാകിസ്ഥാൻ രാജ്യമായിട്ടല്ലെങ്കിലും അവിടുത്തെ മനുഷ്യരുണ്ടാവും. കുറേ മനുഷ്യർ ചാവും, അവിടെ ചാവും, ഇവിടെ ചാവും. കുറേ കെടുതികൾ രണ്ടു കൂട്ടർക്കും ഉണ്ടാകും. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കുറേ കൂടി ആയുധം വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ, ഒരു വലിയ യുദ്ധത്തിന് പോകുന്നതിന് പകരം സർജിക്കൽ സ്ട്രൈക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഓരോ കൊട്ടുകൊടുക്കണം. ഇവർ തലപൊക്കുന്നിടത്ത് ഈ ഭീകരരുടെ കേന്ദ്രങ്ങളും ഭീകരർക്ക് സഹായം നൽകുന്ന സ്ഥലങ്ങളും അത് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. എന്നല്ലാതെ ഒരു നേരിട്ടുള്ളൊരു യുദ്ധം അതുകൊണ്ട് എന്താണ് നേടാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതെങ്ങനെയാണ് അവസാനിക്കുക എന്ന് പോലും നമുക്കറിയാനും പറ്റില്ല. അതുകൊണ്ട് സമാധാനം ഒട്ടും മോശപ്പെട്ട കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സമാധാനത്തിനുള്ള താല്പര്യമുള്ളവർ എത്ര പേരുണ്ടാകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ.